അക്ബർ ഷാനവാസ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിർത്താനല്ലേ പറഞ്ഞത്? ഇതൊരു TV ഷോ അല്ലേ? ഒരു ബേസിക് സ്റ്റാൻഡേർഡ് എങ്കിലും കീപ്പ് ചെയ്യണ്ടേ? എന്നും കൊച്ചുകുട്ടികളെ പോലെ ഫൈറ്റ് ആണ്. പ്രേക്ഷകർ ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കാണിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണെന്നാണ്. അറിയിപ്പ് ലഭിക്കാതെ ഷാനവാസും അക്ബറും ഇനി സംസാരിക്കരുത്. നിങ്ങൾ തമ്മിൽ സംസാരിക്കാനല്ല ഇവിടേക്ക് വിളിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത് പറയാനായിട്ടാണ്. ഇത് എത്രാമത്തെ തവണയാണ് നിങ്ങളെ വിളിപ്പിക്കുന്നത്? ഡെയിലി ഞാൻ വിളിപ്പിക്കും. എന്തെങ്കിലും നിങ്ങൾ പറയും, നിങ്ങൾ തിരിച്ചു പോകും, എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം ഇത് തന്നെ. ഞാനൊന്ന് പറയാം, ഡെയിലി നിങ്ങളെ വിളിക്കാനായിട്ടൊരു സമയം ഞാൻ കണ്ടെത്താം. ഇങ്ങനത്തെ ഈ രീതിയിലെ ഗെയിമിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കലിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസ് നല്ല കട്ടക്കലിപ്പിലായിരുന്നു. ഇതിങ്ങനെ ഷാനവാസും അക്ബറും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. ബിഗ് ബോസ് ഇത്രയും പറഞ്ഞിട്ട് പോലും ഇവർക്ക് ഒരു കൂസലുമില്ല. നിന്റെ വായിലിരിക്കുന്ന കേട്ടിട്ട് പോകാൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അത് കേട്ടിട്ട് പോകാനായിട്ടൊന്നും അല്ല ഞാൻ വന്നു. ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ പോകാൻ റെഡിയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അക്ബർ പറയുന്നത് ഷാനവാസ് തന്തയ്ക്ക് വിളിച്ച് അത് നിർപ്പിച്ചതാ ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. എന്നിട്ടിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ഇരിപ്പുണ്ട്. ഗ്രൂപ്പായിട്ട് നിന്ന് എന്നെ ടാർഗറ്റ് ആക്കി കളിക്കുന്നു. പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്ന് ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്. അതിങ്ങനെ ഇട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ബിഗ് ബോസിനെ സൈ കിട്ടു കേട്ടോ. ഇവരുടെ ഈ ഒരു വഴക്ക് കണ്ടിട്ട് ബിഗ് ബോസിനെ തന്നെ സൈ കിട്ടു. കൺഫെഷൻ റൂമിൽ ഇരുത്തി അത്രയും കലിപ്പിച്ചിട്ട് പോലും ബിഗ് ബോസിനെ ബഹുമാനിക്കാതുള്ള ഇവരുടെ ഈ ഊളത്തരം കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. ഉള്ള കാര്യം പറയാം, എല്ലാത്തിനും ഒരു മര്യാദയൊക്കെ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുള്ള ഈ ഡയലോഗടിയും പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ രീതിയിലുള്ള ഈ തള്ളലും ഒന്നും കാണാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഒന്നെങ്കിൽ വെറുതെ ഇങ്ങനെ ഈ തള്ളരുത്. അടിക്കുവാണെങ്കിൽ ആണുങ്ങളെ പോലെ അടിച്ചിട്ട് അങ്ങ് പുറത്തേക്ക് പോവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഈ തള്ളി എൽബോ വെച്ചിട്ട് കുത്തി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ പോലെയാണ് ഇവരുടെ കളി. ആരെങ്കിലും ഒരാള് അടിച്ചിട്ട് വേണേ പുറത്തേക്ക് പോവാം, അത്രേ ഉള്ളൂ. അല്ലാതെ വെറുതെ ലാലേട്ടൻ കഴിഞ്ഞ സീസണിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെ വെറുതെ നിന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ ഇടിച്ചിട്ട് പുറത്തേക്ക് വാ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞതാണ് 2 കണ്ടസ്റ്റൻസിന്റെ അടുത്ത്. അതിനുശേഷമാണ് അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് തന്നെ. ഇത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. വെറുതെ ഇത് കാണുന്നതിന് ഒരു പരിധിയില്ലേ? രണ്ടുപേരുടെയും മറ്റേ പിച്ചി ഞുള്ളി മാന്തി എന്നുള്ള ഈ ഫൈറ്റ് ഒക്കെ.